നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിർത്തിയിട്ടുള്ള ഏകദേശം 32ഓളം വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുമായിട്ടാണ് നമ്മളിന്ന് വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോസ്റ്റ് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് നിലവിൽ 2 ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 025/2025. തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്ഥത്തിലേക്കാണ്. ശമ്പള സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. യോഗ്യതകളിലേക്ക് വരികയാണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അതായത് PGDC അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ DTP അറിഞ്ഞിരിക്കണം. ജോലി പരിചയം പറയുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം നിലവിൽ 2 ഒഴിവാണ്. പിന്നെ ഈ പ്രകാരം ലിസ്റ്റ് തയ്യാറാക്കുന്ന കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടുതൽ 3 വർഷം നിലവിലുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വേക്കൻസികളും കാര്യങ്ങളും അതിൽ വരും. നിയമന രീതി നേരിട്ടുള്ളതാണ്. പ്രായം പറയുന്നത് 20 മുതൽ 36 വയസ്സ് വരെയാണ്. SC ST OBCക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ലഭിക്കും. ഇതിലൊക്കെ പരീക്ഷ ഫീസ് ഉണ്ട്. അതായത് 600 രൂപയാണ് ഫീസ് വരുന്നത്. SCക്ക് 300 രൂപയും STക്ക് 300 രൂപയും OBCക്ക് 600 രൂപയാണ്. ജനറൽ EWC 600 രൂപയാണ് ഫീസ് വരുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും 55 വയസ്സിൽ കുറയാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹിന്ദു മതത്തിൽപ്പെട്ട സംവരണ സമുദായത്തിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിധത്തിലുള്ളവർക്കൊക്കെ പിന്നെ നിയമാനുസൃത വയസ്സളവൊക്കെ ലഭിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നോർമലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ്. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിതിൽ ചെയ്യേണ്ടത് 1 ടൈം, അതായത് ഈ സൈറ്റിൽ കയറിയാൽ 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം. ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്കിതിൽ ലഭിക്കും, അതായത് PSC പോലെ തന്നെ. എന്നിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PDF ചോദിച്ചു ഈ PDF ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ PDF അയച്ചു തരാം. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക.